ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് അവർ അടുത്തതായിട്ട് അവരുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ 9 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി നമ്മളിവിടെ നോക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കൂടുതൽ ആളുകളും ഈ ഒരു സെപ്പറേഷനിലുള്ളവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രേക്കപ്പ്, സെപ്പറേഷൻ, അതായത് നോ കോണ്ടാക്റ്റിലുള്ള ആളുകളാണ്. ലെസ് കോണ്ടാക്റ്റിലുള്ള ആളുകൾ വളരെ കുറവാണ്. എങ്കിൽ കൂടി ഈ ഒരു എനർജിയിലുള്ള ആളുകളുടെ റീഡിംഗ് ആയിട്ടാണ് ഇത് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ കുറേ നാളുകളായിട്ട് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 6 months എബവ് ആയിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷനിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് കാർഡ്സിന്റെ എനർജിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റക്നെസ്, ഒരു ആശയക്കുഴപ്പം, ഇത്തരം കാര്യങ്ങളെയാണ് അത് മെയിനായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിൽ അപ്പൊ നിങ്ങൾ സെപ്പറേഷൻ ആണെങ്കിൽ കൂടിയും വളരെയധികം ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ മനസ്സ് തന്നെ അവരെ തന്നെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും കുറേയേറെ കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളോട് തുറന്ന് അവർ ആ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട്, ചില മറച്ചു വെച്ച ഫീലിങ്സുകൾ നിങ്ങളോടുണ്ട് എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവര് നിങ്ങളെ ഈ ഒരു സമയത്ത്, ഇപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആയത് മുതൽ ഈ ഒരു സമയം വരെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രസന്റ്ലി അവര് നിങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ അവര് A to Z കാര്യങ്ങൾ അവരറിയുന്നുണ്ട്. എന്നാൽ നേരിട്ട് ഒരു നിങ്ങളിലേക്ക് വരാനൊരു മനസ്സിന് ഒരു വിഷമവും ആശങ്കയും ഒക്കെ തോന്നുന്ന അവസ്ഥയിലാണ് അവരുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ടാകാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു കാര്യം പറയാൻ സാധിക്കില്ല എങ്കിലും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്ന സമയത്ത് നിങ്ങളിലാണ് മുഴുവൻ തെറ്റും എന്ന രീതിയിൽ നിങ്ങളെ ഒരു തെറ്റുകാരനോ തെറ്റുകാരിയോ ആയി ചിത്രീകരിച്ച് എനിക്ക് ഇതിലും നല്ലൊരു എനിക്ക് കിട്ടും എന്ന രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു മോശക്കാരനാണ്, മോശക്കാരിയാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ച് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ ഈ ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഒരു അവരെ തന്നെ മനസ്സിലാക്കാനുള്ള സമയവും അവരുടെ ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു സമയം തന്നെയായിരുന്നു. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വലിയ സാറ് വിളിച്ച് പോയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവരെ സ്വീകരിക്കുമോ അങ്ങനെയുള്ള ഒരു ഇതായിരിക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം അത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു നാണക്കേട് ഉണ്ടാവാം, ആ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടാകാം. അതൊക്കെ ആയിരിക്കാം ഇവരെ വളരെയധികം ഒരു ആശയക്കുഴപ്പത്തിൽ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള ആശങ്കയിലാണ് അവരുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി വരുമ്പോൾ അവർക്ക് നിങ്ങളോട് ഇപ്പോഴും ഈ ഒരു സമയത്തും വളരെയധികം ഒരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട്. അതായത് ഫീലിങ്സുകൾ നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി അത് തന്നെയാണ് കാണിക്കുന്നത്. ഒരു സ്നേഹത്തിന്റെ, അതായത് മനസ്സിന്റെ ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ വഴിയിലേക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചില മധുരമായ കോൺവെർസേഷൻസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം, റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, ആ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്ന എനർജീസ് ആണ് നമുക്ക് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സിൽ കാണാനായിട്ട് വരുന്നത്. പക്ഷെ അത് ഉടനെ ഉണ്ടാവില്ല. കുറച്ച് നന്നായിട്ട് ചിന്തിച്ച് ശരിയായ ഒരു അവസരം വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹത്തിന്റെ എനർജി തന്നെ അവരുടെ മനസ്സിനുള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 of Pentacles ആണ് പിന്നെ വരുന്നൊരു കാർഡ്. അതും
ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ 2 ഓഫ് പെന്റക്കിൾസ്. രണ്ട് സൈഡിലും രണ്ട് കാര്യങ്ങളുണ്ട്, ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഇത് വേണോ അത് വേണോ എന്നുള്ള ഒരു സംശയം അവരുടെ മനസ്സിലുള്ളതായിട്ട്. ആ ഒരു ബാലൻസ് കിട്ടാനായിട്ട് ഈ വ്യക്തി വളരെയധികം ശ്രമിക്കുന്ന എനർജിയാണ്. അപ്പോൾ രണ്ട് വഴികളിലാണ്. ഇനി ഇതിലേക്ക് തിരിച്ചു വരണമോ, അല്ലെങ്കിൽ നിങ്ങൾ അവരായിട്ട് മുൻകൈ എടുത്ത് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണമോ, അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് തിരികെ എത്തുന്നത് വരെ കാത്തിരിക്കണമോ എന്നിങ്ങനെ ഒരു ചിന്തയാണ് അവരുടെ രണ്ട് കൈകളിൽ ഇരിക്കുന്ന ആ ഒരു പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളും ജോലിയും ഫീലിങ്സും ഒക്കെ തമ്മിൽ അവർക്കൊരു ബാലൻസ് കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് ലൈഫിൽ ഉണ്ടാവാം. ആ ഒരു പ്രശ്നങ്ങളും അതുപോലെ നിങ്ങളോടുള്ള ഈ ഒരു ഫീലിങ്സുകളും, ഇത് രണ്ടും കൂടി എങ്ങനെ ഒരുമിച്ച് അവർക്ക് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ കാണുമോ എന്ന് സംശയിക്കുന്ന കുറെ വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളിലേക്ക് ഓടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പൊ ഇവർ പ്രസന്റ് ആയിരിക്കുന്ന സ്ഥലത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ അങ്ങനെ കിടക്കും. അപ്പം ലൈഫിനൊരു ഉയർച്ചയില്ലാതെ പോകും. അതും അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് വേണം എന്നൊരു ബാലൻസ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അവരുടേതെന്ന് കാണുന്നുണ്ട്. പിന്നെ 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കിപ്പോൾ വളരെയധികം മാനസികമായ വിഷമങ്ങളാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു, മൂൺ കാർഡിലുണ്ട് അവർക്ക് വളരെയധികം ആശങ്കയും ടെൻഷനും ഒക്കെ ഉള്ളതായിട്ട്. അതുപോലെ തന്നെ 2 ഓഫ് പെന്റക്കിൾസിലും അത് തന്നെയാണ് കാണുന്നത്. വളരെയധികം ടെൻസ്ഡ് ആയ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ 10 ഓഫ് വാൻഡ്സും അത് തന്നെയാണ്. ഒത്തിരി ഭാരം ചുമക്കുകയാണ് ആ ഒരു ടെൻഷനും കാര്യങ്ങളും. പിന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇവരുടേതായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ആ ഒരു വിഷമങ്ങൾ ഭാരമേറെ ചുമക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പാസ്റ്റില് അവര് കുറെ അതായത് നമ്മളിവിടെ പറഞ്ഞത് നിങ്ങളോട് കുറെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഒരു പേഴ്സൺ മറച്ചു പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അതിപ്പോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളായിരിക്കാം. എന്തോ ഒരു അവർക്ക് കുറ്റബോധം തോന്നുന്ന രീതിയിലുള്ള ഒരു തെറ്റ് അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരു സമയത്ത് ഒരു തിരിച്ചടിയായിട്ട് ഇവരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യാണ്. അപ്പൊ അവർക്ക് ആ ഒരു തിരിച്ചടി കിട്ടുന്ന ആ എന്ത് കാര്യത്തിൽ നിന്നാണോ ആ ഒരു കാര്യവും ഇവർക്ക് വിട്ടുകളയാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. അവർ വിട്ടുകളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. എന്തോ ഒരു കാര്യം അവർ വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് വിട്ടുകളയുമ്പോഴും ഇവർക്ക് മനസ്സിൽ നിങ്ങളോട് ചെയ്തു പോയതിന് ഒരു കുറ്റബോധമുണ്ട്. ഇനി ആ ഒരു വ്യക്തി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു സിറ്റുവേഷൻ വിട്ടിട്ട് വരുമ്പോൾ അവരോടും ഒരു കുറ്റബോധം ഈ വ്യക്തിക്ക് വന്നു. അവരെയും ഞാനിങ്ങനെ വിട്ടിട്ട് പോരാണല്ലോ എന്നൊരു വിഷമം ഈ വ്യക്തിക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ അടുത്ത നീക്കം പക്ഷെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു ഇവർക്ക് നിങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന എന്താണോ ആ ഒരു പ്രശ്നം അതിനെ വിട്ടുകളയാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്ന എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അടുത്ത നീക്കം അവരുടെ ഒരു നടത്തുമ്പോൾ അവർ ശരിക്കും ഒരു ആത്മാർത്ഥതയോടെ ഈ ഒരു ബാലൻസ് നേടിയിട്ട് ആത്മാർത്ഥതയോടെ സ്റ്റേബിൾ ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പേജ് ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ വരുന്നത്. പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലോ മറ്റേതെങ്കിലും വഴികളിലൂടെയൊക്കെ അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ച് നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൂടി അവർ അറിയുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ എപ്പോ നിങ്ങളോട് സംസാരിക്കണം, എങ്ങനെ നിങ്ങളെ സമീപിക്കണം എന്ന് അവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് അവരുടെ അടുത്ത നീക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക എന്നത് തന്നെയാണ് എന്ന് നമുക്ക് ഈ പേജ് ഓഫ് സോഡ്സ് വഴി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് അത് തന്നെയാണ്. നെക്സ്റ്റ് അവരെന്താണ് ഒരു ആക്ഷൻ എടുക്കുക. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് അവർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ ഒരു പേജ് ഓഫ് സോഡ്സിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹം വളരെയധികം അവർക്കുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ വഴി ഒരു റീസ്റ്റാർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതാണ് നമുക്കിവിടെ കിട്ടുന്ന നെക്സ്റ്റ് നീക്കം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരെടുക്കുന്ന ആക്ഷൻ, എടുക്കാനായി പോകുന്ന ആക്ഷൻ അത് തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്നത് ഹെർമിറ്റ് കാർഡാണ്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് ഒരു അല്പം ഈ ഒരു സമയത്ത് അകന്ന് നിൽക്കുന്ന ഒരു എനർജിയിലാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ അകന്ന് നിൽക്കുമ്പോഴും ഈ ഒരു ഗ്യാപ്പ് വന്ന ഈ ഒരു സമയത്തും
അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് വേണ്ടത്. അതുപോലെ തന്നെ അവരുടെ തെറ്റുകൾ, അവർക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുള്ളത്, ഞാൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഈ ഒരു പേഴ്സന്റെ അടുത്ത് ആയിരിക്കേണ്ടത്, ഞാൻ എങ്ങനെ ആയിരുന്നു, എൻ്റെ വാക്കുകളിലൂടെ ഞാൻ ഏതൊക്കെ രീതിയിൽ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് വന്നുപോയ മിസ്റ്റേക്കുകൾ എന്താണ് എന്ന് ഈ വ്യക്തി ആലോചിക്കുന്നു, വിലയിരുത്തുന്നു, മനസ്സിലാക്കുന്നു. അതൊക്കെയാണ് നമുക്ക് ഇവിടെ ഒരു ഹെർമിറ്റ് കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അവരെ സ്വയം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിന്റെ പാതയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനാൽ തന്നെ കുറച്ചൊരു ഡിലേ ഉണ്ടാകും, ഇനി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാകും എന്നാണ് കാണുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഒരു റീസ്റ്റാർട്ട് ബിൽഡ് ചെയ്യുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, എന്തായാലും കുറച്ച് ഡിലേ ഉണ്ടാകും. കാരണം അവർ കുറച്ചും കൂടി കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉണ്ടാകും. തിരിച്ചറിവിന്റെ ഒരു പാതയിലൂടെയാണ് അവർ ഒരു മെച്ചൂരിറ്റി ഒക്കെ ആയി വരുന്നു, ആ ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ അവർ ആ ഒരു ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പുതിയ രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും. അപ്പൊ ആ ഉണ്ടാകുന്നത് വളരെ ആത്മാർത്ഥമായിരിക്കും എന്നാണ് ഇത് ഹെർമിറ്റ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ നമുക്കിനി 3 of Cups എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ ഒരു 3 of Cups എപ്പോഴും ഒരു റീയൂണിയന്റെ കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റീയൂണിയൻ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടും ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അത് തന്നെ നമുക്ക് ഓൾറെഡി മുന്നത്തെ കാർഡിലെ പേജ് ഓഫ് തോട്ട്സിൽ നമ്മൾ കണ്ടു, കമ്മ്യൂണിക്കേഷൻ വഴി ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും അവരെടുക്കുന്ന ഒരു ആക്ഷനും. അത് നമുക്ക് കണ്ണുപൂട്ടി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒരു കാഷ്വൽ ചാറ്റ് പോലെയൊക്കെ നിങ്ങളിലേക്ക് വന്ന് സംസാരിക്കും. പിന്നെ അതൊരു ഗ്രാജുവലി അത് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ വഴി നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു കോമൺ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വഴി നിങ്ങൾ വീണ്ടും ഒരു സെലിബ്രേഷനിലേക്ക് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതാണ് അവരുടെ അത് തുടങ്ങാനുള്ളതാണ് അടുത്ത അവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷന് വന്നതിന് ശേഷം അതായിരിക്കും. അപ്പോൾ എന്നിട്ട് അത് സ്മൂത്തായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. 8 of Pentacles ആണ് പിന്നെ നമുക്ക് വരുന്നത്. അപ്പൊ 8 of Pentacles എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറച്ച തീരുമാനം. അവര് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊപ്പം ഒരു സ്ഥിരതയുള്ള ബന്ധം, ഒരു ഉറച്ച തീരുമാനം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഉറച്ച ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോ അവര് അതിന് വേണ്ടിയിട്ടുള്ള നമ്മളിപ്പം ഗ്രൗണ്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ല, അതായത് അതിന് വേണ്ടിയിട്ട് അടിത്തറയിടുകയാണ് അവര്. അതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തട്ടം കൂട്ടുക അങ്ങനെയൊക്കെ പറയുന്ന പോലെ അടിത്തറയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ്. അതായത് ജോലി, സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മനസ്സ് അവരുടെ മനസ്സിൽ കുറച്ച് ഹീലിങ്സ് ഒക്കെ വന്ന് അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി ഇനി ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ നിൽക്കണം, ഒരു നല്ല രീതിയിൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കൊടുത്ത് നിൽക്കണം എന്ന രീതിയിൽ അവരെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു റീസ്റ്റാർട്ട് ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വരുന്നത്. അപ്പം അതും ഒരു സ്റ്റെബിലിറ്റിനെയാണ് കാണിക്കുന്നത്. അവസാനമായിട്ടുള്ള അവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളും ഫീലിങ്സുകളും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച കാര്യങ്ങളൊക്കെ വിലയിരുത്തി അവരൊരു നല്ല മനസ്സുകൊണ്ട് പ്രിപ്പയർ ആയി ജോലിയുടെ കാര്യത്തിലായാലും കുറച്ചുകൂടെ ഒരു നല്ല രീതി വന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം അവർ അവസാനം ഒരു നീക്കം നടത്തും. അത് ഉറച്ചതായിരിക്കും എന്നാണ് നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് വഴി പറയാനായിട്ട് വരുന്നത്. അവർ ഒരു സമയത്ത് ഒരു നീക്കം ചെയ്യുമ്പോൾ അത് ഫ്യൂച്ചറിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതായിട്ട് സ്ഥാപിക്കണം. അത് ഉറച്ചൊരു തീരുമാനമായിരിക്കണം. ഇനി ഇങ്ങനെ ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വരാനോ ഒന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത് ഉറച്ചതായിരിക്കണം. നേരത്തെ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനായിട്ടും അതിനു വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകളോട് കൂടി തന്നെയാണ് വീണ്ടും ഒരു റീസ്റ്റാർട്ടിനായിട്ട് അവർ വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഈ ഒരു റീഡിങ് ഭയങ്കര ഇഷ്ടമായി. വളരെ നല്ല രീതിയിലുള്ള കാർഡുകളാണ് എല്ലാം തന്നെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ഫൈനൽ ഗൈഡൻസ് പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ എനർജിയാണ് നമ്മൾ പറയുന്നത്. അവരുടെ അടുത്ത നീക്കം എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ കുറച്ച് വൈകിയാണെങ്കിലും കുറച്ച് ഡിലേ ഉണ്ടെങ്കിലും ഒരു നീക്കം എന്തായാലും ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അവരിപ്പോ നിങ്ങളെ നോക്കി കാണുകയാണ്. അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ജോലി, സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലാണ് അവരിപ്പോ. എന്നാൽ അവർ മനസ്സിൽ നിങ്ങളോട് നല്ല ഫീലിങ്സ് അവർക്കുണ്ട്. മനസ്സിൽ നിന്ന് അവർ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങളുടെ എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ അവർ അറിയുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ അവർ നിങ്ങൾ കൂടെ ഉള്ളതുപോലെ ഒരു ഫീലിങ്സ് അവർ അനുഭവിക്കുന്നുണ്ട്.
പിന്നെ ഒരു അവസരം ലഭിക്കുമ്പോൾ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും എന്ന് തന്നെയാണ്. അതാണ് അവർ എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ. അവരുടെ നീക്കം സത്യസന്ധമായതും ഉറച്ചതുമായ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. അതുപോലെ ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എഫ് നമുക്ക് കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്പർ 50 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 23 നമുക്ക് കിട്ടുന്നുണ്ട്. സിംഗിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. 1996 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ലോയർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1978 എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1985 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ആയിരിക്കാം, സാമ്പത്തികപരമായ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1996 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ സോഷ്യൽ വർക്കർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ ജെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 26 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1 മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ചെസ് കൂടെ കിട്ടുന്നുണ്ട്. കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നു. കെയറിങ്, ഒത്തിരി കെയറിങ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. കോട്ടയം ജില്ല, നമുക്കിവിടെ കോട്ടയം ജില്ല വരുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് കോട്ടയം ജില്ലയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. നമ്പർ 4 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 45 നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്പർ 43. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്.